നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി അശ്വതി നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. ഈ വർഷം ശനി ഇവർക്ക് 12-ൽ നിന്നും ജൂൺ 2-ന് 1-ാം ഭാവത്തിലേക്കും വ്യാഴം 4-ാം ഭാവത്തിലും ആണ്. അത് ഒക്ടോബർ 31-ന് 5-ാം ഭാവത്തിലേക്കും വീണ്ടും 4-ലേക്കും 5-ലേക്കുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഹു ഡിസംബർ 5 വരെ 11-ാം ഭാവത്തിലും ശേഷം 10-ാം ഭാവത്തിലുമാണ്. കേതു 5-ാം ഭാവത്തിലും ഡിസംബർ 5 കഴിഞ്ഞ് 4-ലേക്കും വരികയാണ്. ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് ഉയർച്ച താഴ്ചയുടെ ഒരു വർഷമാണ് എന്ന് പറയാവുന്നതാണ്. കർമ്മരംഗത്ത് സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും. കഠിനാധ്വാനവും ശ്രദ്ധയും കൂടുതൽ വേണ്ട സമയമാണ്. പ്രയത്നഫലം ഉണ്ടാവുന്നതാണ്. ജോലി മാറ്റം ഉണ്ടാവുമെങ്കിലും ജോലി നഷ്ടത്തിന് ഇവർക്ക് സാധ്യതയില്ല. ജോലിയിൽ സുരക്ഷിതത്വം ഉണ്ടാവുന്നതാണ്. എന്നാൽ ഒരു തൃപ്തിക്കുറവ് ഉണ്ടാവുന്നതാണ്. അത് സ്ഥലമാറ്റം കൊണ്ടാകാം, അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള അനുകൂലമല്ലാത്ത സ്ഥിതി കൊണ്ടായിരിക്കാം. എങ്ങനെയായാലും ഈ വർഷം ഇവർക്ക് അത്ര തൃപ്തികരമായ ഒരു വർഷമല്ല. പ്രധാനമായും വർഷത്തിൻ്റെ പകുതി വരെ, എന്നാൽ പകുതിക്ക് ശേഷം വളരെ അനുകൂലമായ സമയമാണ്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നതാണ്. മനപ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുന്നതുമായ ഒരു സമയമായിരിക്കും. ജോലിയിൽ നിന്നും സാമ്പത്തികമായി പുരോഗതിയും മനസമാധാനവും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നതാണ്. ധനപരമായി പറയുകയാണെങ്കിൽ ധനനേട്ടം ഉണ്ടാവുന്ന ഒരു വർഷമാണ്. അപ്രതീക്ഷിതമായി ഇവർക്ക് ധനവരവ് വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും സാമ്പത്തികമായി ചില പ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിക്ഷേപത്തിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് പണച്ചിലവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചിലവ് നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട്. വായ്പ ലഭിക്കുന്ന ഒരു സമയമാണ്. കടം കൊടുത്തത് തിരിച്ചു കിട്ടുവാനും ഈ വർഷത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. പൊതുവെ അശ്വതി നക്ഷത്രക്കാർ തിരക്ക് കൂടുതൽ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ഊഹക്കച്ചവടത്തിലൊന്നും പെട്ടെന്ന് പണമിറക്കി നഷ്ടം വരുത്താതെ നോക്കേണ്ടതുണ്ട്. സംരംഭത്തിൽ ജാഗ്രത പുലർത്തേണ്ടതും പങ്കാളിത്ത ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവേണ്ടതും ആവശ്യമാണ്. ബുദ്ധിസാമർഥ്യം കൂടുതലുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാരെങ്കിലും ആലോചിക്കാതെയുള്ള പ്രവർത്തനവും ഇവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രേഖകളിലൊക്കെ ഒപ്പിടുന്ന സമയത്തും പണം ചിലവഴിക്കുന്ന സമയത്തും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബപരമായി നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നതാണ്. കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാവുന്നതാണ്. കുടുംബ ഐക്യം ദൃഢമാക്കുവാൻ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. അംഗീകാരവും ലഭിക്കുന്നതാണ്. അകൽച്ചയിലുള്ളവരുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുവാനും ഈ സമയത്ത് ഇവർക്ക് കഴിയും. ദമ്പതികൾ തമ്മിൽ രമ്യത കൂടുതൽ വർദ്ധിക്കുന്നതാണ്. എന്നിരുന്നാലും പൊതുവെ എടുത്തുചാട്ടം ഉള്ള ഇവർ എടുത്തുചാട്ടം ഒഴിവാക്കേണ്ടതും തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതുമുണ്ട്. ധാരണാപിശക് മൂലം പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. ചഞ്ചല മനസ്സ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളെ വളർത്തി വലുതാക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു വലുതാക്കാതെ പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്.
ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ 7ാം ശനിയുടെ ആദ്യത്തെ ഘട്ടം ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളും രോഗദുരിതങ്ങളും ശാരീരികമായി ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് തക്ക സമയത്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. യാത്രയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ്. അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. ദീർഘകാലമായി വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവുന്നതും യോജിച്ച പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയുന്നതും വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഈ സമയത്ത് നടക്കുവാനും സാധ്യതയുണ്ട്. സന്താന യോഗവുമുണ്ട്. പ്രണയിക്കുന്നവർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സമയമാണ്. പരസ്പരം അംഗീകാരം കിട്ടുന്ന സമയമാണ്. പരസ്പര ബഹുമാനം ഇവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇഷ്ടക്കേട് അപ്പോൾ തന്നെ തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഈ സമയത്ത് സംസാരത്തിൽ ഒരു മിതത്വം പാലിക്കേണ്ടത് നല്ലതായിരിക്കും. പക്വത വിട്ട് സംസാരിക്കരുത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. അലസതയും കാലതാമസവും വന്നു എന്നിരിക്കാം. എന്നിരുന്നാലും ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അഡ്മിഷൻ നേടുവാനും പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും വിദേശ പഠനത്തിനും അനുകൂലമായ സമയമാണ്. ഓവർ കോൺഫിഡൻസ് ഉള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അത് അത്ര ഗുണം ചെയ്യുന്നതല്ല. കാര്യങ്ങൾ ഒക്കെ മുൻകൂട്ടി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് പഠനകാര്യത്തിലായാലും അഡ്മിഷൻ കാര്യത്തിലായാലും മത്സര പരീക്ഷയുടെ കാര്യത്തിലായാലും ഗുണം ചെയ്യുകയുള്ളൂ. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. എന്നിരുന്നാലും പാഴ്ചിലവുകൾ വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പണമിടപാടുകളിൽ അതീവ ശ്രദ്ധ വേണ്ടതുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അത് നടന്നു കിട്ടുന്നതാണ്. എന്നാൽ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർക്ക് അത്ര ഗുണകരമായ ഒരു കാലമല്ല. നഷ്ടം സംഭവിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്ന സമയമാണ്. കല, സാഹിത്യം, സംഗീതം എന്നിവയുമായി ബന്ധപ്പെട്ട് ആദരവും അംഗീകാരവും നേതൃപദവിയും നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കോ വിദേശത്ത് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് അത് നടന്നു കിട്ടുന്നതാണ്. പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയും അത് നടപ്പിൽ വരുത്തുവാനും കഴിയുന്നതാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുന്നതാണ്. സംഘടനാ പാടവം തെളിയിക്കാൻ പറ്റുന്ന വർഷം കൂടിയാണ്. നേതൃപദവിയിൽ, അതായത് സംഘടനയുമായി ബന്ധപ്പെട്ട് നേതൃപദവിയിൽ വരുവാനും രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ നേതൃപദവിയിൽ എത്തുവാനും കഴിയുന്ന ഒരു വർഷം കൂടിയാണ്. 7ാം ശനിയുടെ ആദ്യഘട്ടമായതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവയൊക്കെ അതിജീവിക്കുവാൻ കഴിയുന്നതാണ്. എന്നിരുന്നാലും വളരെ അധികം ശ്രദ്ധിക്കണം. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം എന്ന ഒരു മുൻധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചും പഠിച്ചും മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കരുത്. സുഖഭോഗത്തിന് പാഴ്ചിലവ് വരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചെലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതും നിക്ഷേപം വർദ്ധിപ്പിക്കേണ്ടതും ആവശ്യമാണ്. ചതിയിലും വഞ്ചനയിലും ചെന്നുപെടാതെ തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അകൽച്ചയ്ക്ക് കാരണമാവുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്നതും ഈ സമയത്ത് ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ്. മനസ്സ് ചഞ്ചലമാകാതെ ഏകാഗ്രത നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിന് യോഗയും മെഡിറ്റേഷനും ഒക്കെ ഈ സമയത്ത് നല്ലതാണ്. ഇവരുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി ദൈവാധീനം വർദ്ധിപ്പിക്കുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുകയും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുളസിമാല, പാൽപ്പായസം വഴിപാട് ചെയ്യുകയും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ഹനുമാൻ ചാലീസ ജപിക്കുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതും ഗുണഫലങ്ങൾ അതിൻ്റെ പൂർണ്ണ രീതിയിൽ ലഭിക്കുന്നതും ആയിരിക്കും.